നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സത്യയിൽ നിന്ന് ഇനി കൂടുതൽ ദിവസം ചേച്ചിയമ്മ ഞാനല്ലെന്ന് ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. പിന്നെ വിഷ്ണുവേട്ടനാണ് അവളുടെ അച്ഛനെന്ന് പറയേണ്ടി വരും. അതിനു മുമ്പ് കാര്യങ്ങളെല്ലാം കലങ്ങി തെളിയണം. മാഡം, എന്താ അനു? എത്ര തവണ ഫോൺ ചെയ്തു മാഡം, എന്താ എടുക്കത്തെ? എന്താ കാര്യമെന്ന് പറ. ചെറിയൊരു കുഴപ്പമുണ്ട് മാഡം. എന്താ കാര്യമെന്ന് പറ. ചൈന കോളനിയിലെ നിരവധി കുട്ടികൾ വിഷബാധയേറ്റ് ഹോസ്പിറ്റലില. ടിവിയിൽ ന്യൂസ് പോകുന്നുണ്ട്. ഈശ്വര, സ്വകാര്യ വ്യക്തിയുടെ അധീനതയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിന്നെത്തിയ ഫുഡിൽ നിന്നാണ് വിഷബാധ ഉണ്ടായത് എന്നാണ് നിലവിലെ നിഗമനം. അത്യന്തം വേദനാജനകമായ സംഭവമെന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രി സ്ഥാപനത്തിനെതിരെ കർശനമായ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും കുറ്റം ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പറഞ്ഞു. നിർധനരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ചൈന കോളനിയിലെ കുറേയധികം കുട്ടികളെയാണ് ഈ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷബാധയേറ്റ് പല ഭാഗങ്ങളിൽ നിന്നും കുട്ടികളെ അതാത് സ്ഥലത്തെ ഹോസ്പിറ്റലുകളിലേക്കും ക്ലിനിക്കുകളിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ നിയമം അനുസരിച്ചുള്ള ഒരു ചട്ടങ്ങളും പാലിക്കാതെ പ്രവർത്തിച്ച ഈറ്റ് ഡേ എന്ന സ്ഥാപനത്തിന് അനധികൃതമായി അനുമതി നൽകിയത് സ്ഥലം ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവാണെന്ന് ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. കുറ്റവാളികൾ എത്ര ഉയർന്ന പദവിയിൽ ഇരിക്കുന്നവരാണെങ്കിലും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് DGPയും അറിയിച്ചിട്ടുണ്ട്. അനു, നമുക്ക് എത്രയും പെട്ടെന്ന് സംഭവ സ്ഥലത്തെത്തണം. അത് വേണ്ട മാഡം, ഇപ്പൊ ജനങ്ങളാകെ വയലന്റ് ആയിരിക്കുക. ചാനലിലെ പേര് കൂടി വന്ന സ്ഥിതിക്ക് മാഡത്തെ കണ്ടു കഴിയുമ്പോ അവരെങ്ങനെ റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. മാറി നിൽക്കാനോ? ഈ കാഴ്ച കണ്ടുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന എന്റെ സത്യാവസ്ഥ ഞാൻ എങ്ങനെ ബോധ്യപ്പെടുത്തും? ഞാൻ നിരപരാധിയാണെന്ന് ജനങ്ങളെ അറിയിക്കണ്ടേ? എങ്ങനെയാണ് ഈ ചതിവ് പറ്റിയെന്ന് എനിക്ക് അറിയണ്ടേ? അതറിയണം മാഡം, ജനങ്ങളെ അറിയിക്കുകയും വേണം. പക്ഷെ ഈ സാഹചര്യത്തിൽ നമ്മൾ അല്പം സംയമനം പാലിക്കുന്നതല്ലേ നല്ലത്? ഇത്രയും കുട്ടികൾ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെ അവസ്ഥ മാഡം ഒന്ന് ചിന്തിച്ചു നോക്ക്. ജീവിതം തന്നെ കൈവിട്ടു പോയ അവസ്ഥയാ പലർക്കും. അവർക്ക് മുന്നിലേക്ക് മാഡം ഇപ്പൊ കടന്നു ചെന്ന് അവർ പലതും പ്രവർത്തിക്കും. അതിനുശേഷം മാഡം നിരപരാധിയാണെന്ന് അറിയുമ്പോ പരിതപിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്താ? 1-2 ദിവസത്തേക്ക് മാഡം കുറ്റവാളിയെ പോലെ ഞാൻ ഒളിച്ചിരിക്കണോ? നമ്മൾ ഇപ്പൊ തന്നെ പോകുന്നു. ഇത് കളക്ടറുടെ ഓർഡറാണ്. യെസ് മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.